ओम नमो भगवते वासुदेवाय। ओम स्थापितं येन भूतले स्वयं श्रीगुरुं कमलं श्रीगुरुं वैष्णवांश श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു റീക്യാപ്പ്, എന്തായിരുന്നു ടോപ്പിക് നമ്മൾ സംസാരിച്ചത്, എന്തിനെ പറ്റിയായിരുന്നു? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ, ഓർമ്മയുണ്ടോ എന്തായിരുന്നു എന്ന്? ആർക്കും ഓർമ്മയില്ല? എന്തായിരുന്നു പ്രഭുജി? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെ പറ്റിയായിരുന്നു നാം സംസാരിച്ചത് ചോദിക്കാം. അവബോധത്തെ കുറിച്ച്. കൃഷ്ണാവബോധം ഓക്കെ, പ്രാധാന്യം. ഓക്കെ. അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ അവബോധം എന്താണ്? ഭൗതിക അവബോധം. ഗുഡ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കൃഷ്ണാവബോധമാക്കി മാറ്റാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചിരുന്നത്, അല്ലേ? അതെ. ഇന്ന് നമുക്ക് അടുത്ത മോഡ്യൂൾ എടുക്കാം, നമ്പർ 7. ഞാനത് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഹരേ കൃഷ്ണ. ആധ്യാത്മിക പഠനം ആഴ്ച 7. പ്രകൃതിയുടെ നിയമങ്ങളിൽ നിന്ന് ഭഗവാനെ അറിയാനുള്ള വഴി. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച. എങ്ങനെ ഭഗവാനെ അറിയാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പാസേജ് ആണെന്ന് വായിക്കുന്നത്. ദിസ് ഇസ് ഫ്രം ദ ലോസ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. പ്രകൃതിയുടെ നിയമങ്ങളിൽ നിന്ന്. മഞ്ജു മാതാജി ആദ്യത്തെ പേരൊന്ന് വായിക്കൂ. വൈദിക പാരമ്പര്യമനുസരിച്ച് വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്നും കേട്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആചാര്യന്മാർ പ്രവചിക്കുന്നത്, അല്ലാതെ അവരുടെ വ്യക്തിപരമായ അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ല. ഒരാളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ജ്ഞാന സമ്പാദനത്തിന്റെ താഴേക്കിടയിലുള്ള പ്രയോഗമാണ്. അതിനെ പ്രത്യക്ഷ എന്ന് പറയുന്നു. വേദങ്ങളുടെ രീതി വേറെ തന്നെയാണ്. അതിനെ ശ്രുതി എന്നു പറയുന്നു. ഇതിന്റെ അർത്ഥം ശ്രുതി വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്നും കേൾക്കുക എന്നാണ്. ഇതാണ് വൈദിക ജ്ഞാനത്തിന്റെ രഹസ്യം. അടുത്ത് വായിക്കണോ? അപ്പോൾ എവിടുന്ന് നമ്മൾ അറിവ് നേടണം എന്നതിനെ പറ്റിയാണ് ഇതിൽ ചർച്ച. വൈദിക പാരമ്പര്യമനുസരിച്ച് വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്നും കേട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആചാര്യന്മാർ പ്രവചിക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി ആത്മീയമായിട്ടുള്ള ജ്ഞാനം എവിടുന്ന് നമ്മൾ ശേഖരിക്കണം എന്നാണ് അതിനെ പറ്റിയാണ്.
ഇത് ഭൗതികമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ പറ്റുമോ? ആത്മീയമായിട്ടുള്ള തലത്തിൽ നിൽക്കുന്ന ഒരാളുടെ നിന്ന് മാത്രമേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇതിനെയാണ് പരമ്പര എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊരു ആത്മീയ ജ്ഞാനവും നമ്മൾ സമ്പാദിക്കണം, ശേഖരിക്കണം എന്നുണ്ടെങ്കിൽ അത് ആത്മീയ ഗുരുക്കന്മാരുടെ നിന്നായിരിക്കുന്നു. അപ്പോൾ ഇതിന് ഇപ്പോൾ സാധാരണ നമ്മൾക്ക് ജ്ഞാനം കിട്ടുന്നത് 3 തരത്തിലാണ് പറയുന്നത്. ആർക്കെങ്കിലും അറിയോ? 3 തരത്തിലുള്ള ജ്ഞാനം, 3 വഴി കൂടെ നമുക്ക് ജ്ഞാനം കിട്ടും. അത് ഭൗതികമായാലും ശരി, ആത്മീയമായാലും ശരി. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയോ? ശ്രവണം. ഓക്കെ, അതല്ല ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അതല്ലേ? വേറെ വല്ലവരും? സ്വന്തമായിട്ട് ഗുരുക്കന്മാരിൽ നിന്ന് വായനയിലൂടെ അങ്ങനെയാണോ പ്രഭുജി? ശരിയാണ്, പക്ഷെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, അതായത് 3 തരത്തിലുള്ള ജ്ഞാനം നമ്മൾ ലഭിക്കുന്നത്. ഒന്ന് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയും, രണ്ടാമത്തെ അനുമാന പ്രമാണം എന്ന് പറയും, മൂന്നാമത്തേത് ശബ്ദ പ്രമാണം എന്ന് പറയും. പ്രത്യക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ കണ്ട് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ. ഇപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം സ്വാതി മാതാജിന്റെ, മഞ്ജു മാതാജിന്റെ, രൂപേശ്വരി മാതാജിന്റെ, സുജയ ഗൗരചന്ദ്ര, ഇതൊക്കെ പ്രത്യക്ഷമായിട്ടുള്ള പ്രമാണം. ഞാൻ നേരിൽ കാണുന്നു, എൻ്റെ ഇന്ദ്രിയങ്ങളുടെ കഴിവനുസരിച്ചിട്ട് ഞാൻ പെർസീവ് ചെയ്യുന്നു. ഓക്കെ, പ്രത്യക്ഷമായിട്ടുള്ള പ്രമാണമാണ്. രണ്ടാമത് അനുമാനം. അസംപ്ഷൻ, അസ്യൂം ചെയ്യുന്നു. ഓക്കെ, കേട്ടറിഞ്ഞിട്ട് അവിടെ ഇന്നാൾ പറഞ്ഞു, ഇന്നാൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു അസംപ്ഷൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം. പിന്നെ ശബ്ദപ്രമാണം. എന്താ ശബ്ദപ്രമാണം? അതോറിറ്റീസ് എന്ന് കേൾക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യാണ്. ഓക്കെ, ആ യൂണിവേഴ്സിറ്റിയുടെ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ റെപ്യൂട്ടേഷൻ, എന്താണ് ആ സ്റ്റാൻഡേർഡ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറയുന്നു. നിങ്ങളൊരു അതോറിറ്റി കാണിച്ചാൽ യു ആർ വർക്കിംഗ് ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി, യു നോ അബൌട്ട് ദാറ്റ് യൂണിവേഴ്സിറ്റി ഇൻ ആൻഡ് ഔട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി, എൻ്റെ മോനെ ഒരു അഡ്മിഷൻ വേണം, അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അത് നല്ലതാണോ അതോ വേറെ വല്ലതും നോക്കണം? അപ്പോൾ ദെൻ യു വിൽ ടെൽ മീ. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. ഓക്കെ, മെഡിസിനെ പറ്റി അറിയുന്ന ഒരാൾ ഡോക്ടറാണ്, അപ്പോൾ ഹീസ് അതോറിറ്റി. അപ്പോൾ അവരിന്ന് കിട്ടുന്ന ജ്ഞാനം അത് പെർഫെക്റ്റ് ആയിരിക്കും. കാണിച്ചാൽ അതിൻ്റെ അതോറിറ്റി ഒരു ഡോക്ടർ, ഒരു മെഡിസിനെ പറ്റി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അതോറിറ്റി ഡോക്ടറാണ്. ഒരു യൂണിവേഴ്സിറ്റി പറ്റി നമ്മൾ എൻക്വയറി ആണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അതോറിറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആയിരിക്കും, ആരാണെങ്കിലും, അല്ലേ? അപ്പോൾ അതൊരു അതോറിറ്റി. അപ്പോൾ ശബ്ദപ്രമാണം, ശബ്ദം എന്ന് പറഞ്ഞാൽ റിസീവിങ് ദ നോളേജ് ഫ്രം ദ റൈറ്റ് അതോറിറ്റി. സോ ഈ 3 തരത്തിലുള്ള ജ്ഞാനമാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ അതിൽ ഏതാണ് ശരിക്കുള്ള ജ്ഞാനം? അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ജ്ഞാനം പ്രത്യക്ഷ പ്രമാണമാണോ, അനുമാന പ്രമാണമാണോ, അതോ ശബ്ദപ്രമാണമാണോ? ഏതാണ് ഏറ്റവും പരിപൂർണമായിട്ടുള്ള ജ്ഞാനം തരുന്നത്? ഏതായിരിക്കും? പ്രത്യക്ഷം. ഓക്കെ, സ്വാതി മാതാജി. മഞ്ജു മാതാജി എന്താ പറയുന്നത്? പ്രത്യക്ഷം തന്നെ. പ്രത്യക്ഷം. മറ്റുള്ളവർ എന്താണ് പറയുന്നത്? പ്രിയ മാതാജി. അതോറിറ്റി, ശബ്ദം. അതോറിറ്റി, യെസ്, അതോറിറ്റി. നിതീഷ് പ്രഭു എന്ത് പറയുന്നു? Getting knowledge from right authority. Right authority. Very good. So actually അതോറിറ്റി നിന്ന് കിട്ടുന്ന നോളജാണ് ശരിക്കും നോളജ്. എന്താണ് പ്രത്യക്ഷ പ്രമാണത്തിന്റെ പ്രശ്നം എന്നറിയോ? നമ്മുടെ സെൻസസ് പെർഫെക്റ്റ് അല്ല. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പൊ എന്റെ റൂമില് ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ റിയൽ ഫ്ലവർ ആയിരിക്കാം. എൻ്റെ കണ്ണിന്റെ ആ കാഴ്ചശക്തി, അതിനെ മനസ്സിലാക്കാനുള്ള കാഴ്ചശക്തി എനിക്കില്ല. ഇത്രയും ദൂരത്ത് നിന്നിട്ട് ഒരു കോർണറിലാണ് ആ ഫ്ലവർ ബൊക്കെ. അത് ആർട്ടിഫിഷ്യൽ ആണോ റിയൽ ആണോ എനിക്കറിയില്ല. അപ്പൊ എൻ്റെ പ്രത്യക്ഷം, എൻ്റെ കണ്ണിന്റെ ഇന്ദ്രിയങ്ങൾ, കണ്ണ് എന്നുള്ള ഇന്ദ്രിയത്തിന്റെ ആ ശക്തി ഇത്ര ദൂരത്തേക്ക് അത് മനസ്സിലാക്കാൻ കഴിവില്ല. അടുത്ത റൂമില് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ചുമര് കൊണ്ട് ഈ റൂം പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. അപ്പൊ അടുത്ത റൂമില് എനിക്ക് ആരാണ് ഇരിക്കുക എനിക്ക് അറിയാൻ പറ്റില്ല. കണ്ണിന്റെ കാഴ്ച അവിടേക്ക് എത്തില്ല. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്.
അത് കാരണം നമുക്ക് എന്താണ് ദൂരമുള്ളത് കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല, ഒന്നും അറിയില്ല. അപ്പൊ അത് വെച്ചിട്ട് പ്രത്യക്ഷ പ്രമാണം 100% ശരിയായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ കിട്ടുന്ന നമ്മുടെ സെൻസസ് വഴി കിട്ടുന്ന ആ അറിവ്, ആ ജ്ഞാനം പൂർണ്ണമല്ല. പൂർണ്ണമാണ്. ഓക്കെ. പിന്നെ അപൂർണ്ണമാണ്. രണ്ടാമത്തത് അനുമാന പ്രമാണം, അതായത് അസംഷൻ. ഓക്കെ, അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, 100% ശരിയല്ല, ഇൻഡെഫിനിറ്റ് ആണത്. ഒരാൾ പറഞ്ഞു, ഏതൊരാൾ പറഞ്ഞു, ഓക്കെ, അവിടെ ഇന്ന ഷോപ്പ് തുറന്നിട്ടുണ്ട്, ഓക്കെ, തുറന്നിട്ടുണ്ടായിരിക്കാം, ഉറപ്പില്ല. സോ ഇറ്റ്സ് എൻ അസംഷൻ. അപ്പൊ അതും ഇൻഡെഫിനിറ്റ് ആണ്, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ജ്ഞാനം അറിവ് തരുന്നില്ല. ഇംപെർഫെക്റ്റ് സെൻസസ് കൊണ്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങളും അപൂർണമായതുകൊണ്ട് അത് അസംഷനും തെറ്റായിട്ടിരിക്കാം. ശബ്ദപ്രമാണം എന്ന് പറഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ദിസ് നോളജ് ഫ്രം ദ റൈറ്റ് അതോറിറ്റി. റൈറ്റ്. അപ്പൊ എസ്പെഷ്യലി ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങള് ഫ്രം ദ റൈറ്റ് അതോറിറ്റി എന്ന് കേൾക്കണം. അതാണ് ഗുരു ശിഷ്യ പരമ്പര എന്ന് പറയുന്നത്. ഗുരു ശിഷ്യ പരമ്പര. അവിടെ ഒരു പേഴ്സണൽ അജണ്ട ഇല്ല, ഒരു ഹിഡൻ മോട്ടീവ്സ് ഇല്ല. ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. ആചാര്യന്മാരെ എവിടുന്ന് കേൾക്കുന്നു? അവരുടെ ഗുരുക്കന്മാരെ നിന്ന് കേൾക്കുന്നു. അപ്പോൾ അതിന് അവിടെ ഒരു ഫ്ലോ വരുന്നില്ല, യാതൊരു പിഴവും വരുന്നില്ല. അപ്പൊ എന്താണ് ഭഗവാൻ കൃഷ്ണൻ, ഫോർ എക്സാമ്പിൾ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഒരു നോളജ്, ആധ്യാത്മികമായിട്ട് ഗുരു ശിഷ്യ പരമ്പരയോട് കൂട്ടുന്നത്, ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മാവിന് ഈ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു, കൃഷ്ണൻ അർജുനന് ഈ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു, ഭഗവാൻ കൃഷ്ണൻ ലക്ഷ്മി ദേവിക്ക് ഈ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു, അതേപോലെ സനത് കുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഓക്കെ, രുദ്രൻ ശിവൻ ലോർഡ് ശിവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം റൈറ്റ് സോഴ്സ് നിന്ന് കിട്ടുന്ന അവർ ഫോർ എക്സാമ്പിൾ ബ്രഹ്മാവ് തൻ്റെ മകൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു അതേ ഉപദേശം, നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ കിട്ടുന്ന ഈ ജ്ഞാനത്തിനെ ശബ്ദപ്രമാണം എന്ന് പറയുന്നു, ശ്രുതി എന്നും പറയാം, ദാറ്റ് വിച്ച് ഈസ് ഹേർഡ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ജ്ഞാനം അത് പെർഫെക്റ്റ് ആണ്. മറ്റേ ജ്ഞാനം പെർഫെക്റ്റ് അല്ല, കാരണം അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. കാരണം നമ്മുടെ ഇംപെർഫെക്റ്റ് സെൻസസ് ആണ്. നമ്മുടെ ഇംപെർഫെക്റ്റ് സെൻസസ് കൊണ്ട് പെർസീവ് ചെയ്യുന്ന ജ്ഞാനം ശരിയാവാം, തെറ്റാവാം. അപ്പോൾ ഇതിനെ 2 ways ഓഫ് അക്വയറിംഗ് നോളജ് പറയുന്നു. 2 തരത്തിൽ ഈ നോളജ് നമ്മൾ അക്വയർ ചെയ്യാം. ഒന്ന് അസെൻഡിങ്, ഒന്ന് ഡിസെൻഡിങ്, ആരോഹണം അവരോഹണം. ഓക്കെ, നമ്മളുടെ വേദിക് നോളജ് മുഴുവന്, ആത്മീയമായിട്ടുള്ള ജ്ഞാനം മുഴുവനെ അവരോഹണ പ്രക്രിയ കൂടി കിട്ടുന്ന ജ്ഞാനമാണ്. എന്താണ് അവരോഹണം? ഓട്ടം, ഫ്രം പരമ്പര കൂടെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന നോളജ്. എല്ലാ ഭൗതിക തലത്തിലുള്ള ജ്ഞാനവും അസെൻഡിങ് നോളജ്. നമ്മൾ എന്തൊരു ജ്ഞാനം, ഇപ്പൊ സയന്റിസ്റ്റ് അവരെ അക്സെപ്റ്റ് ചെയ്യില്ല, അതോറിറ്റിനെ അക്സെപ്റ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ സയന്റിസ്റ്റ് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതോ രാമായണം ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല, ഉപനിഷത്തൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അവരെന്താ ചെയ്യുക? അവർ റിസർച്ച് ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, എക്സ്പെരിമെന്റ് ചെയ്യും. അപ്പൊ അതിനെന്ത് പറയുന്നു? അസെൻഡിങ് നോളജ്. ആ നോളജ് ശരിയാവാം, തെറ്റാവാം. കാരണം അവര് റിസർച്ചും ഇൻവെസ്റ്റിഗേഷനും എക്സ്പെരിമെന്റ് എല്ലാം അവരുടെ ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ പരിമിതിപ്പെട്ടതാണ്. മനസ്സിലായില്ലോ? അപ്പൊ എനിക്ക് കാണാനുള്ള ശക്തി, എന്റെ കണ്ണിന്റെ കാഴ്ച ഒരു 2 മീറ്റർ 3 മീറ്റർ 4 മീറ്റർ അതിലപ്പുറം പോവില്ലല്ലോ. ചെവിയുടെ കേൾവിയുടെ ശക്തി എത്ര തരണ്ട്? അതും അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ നാസികയുടെ കഴിവ് അതും, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും നമ്മുടെ കഴിവ് പരിമിതമായതുകൊണ്ട് ഇപ്പോൾ അസെൻഡിങ് പ്രോസസ്സിൽ തെറ്റ് വന്നേക്കാം. അതുകൊണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇൻവെസ്റ്റിഗേഷൻ, എക്സ്പെരിമെന്റ് എല്ലാം അവനവന്റെ ഇന്ദ്രിയങ്ങളെ ആസ്പദമാക്കിയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു അറിവാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള എല്ലാ നോളജും അതിൻ്റെ, ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു സയന്റിസ്റ്റ് ഒരു തിസിസ് എഴുതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു, അത് വേറൊരു സയന്റിസ്റ്റ് അതിനെ ഖണ്ഡിച്ചിട്ട് വേറൊരു തിസിസ് എഴുതുന്നു, വേറൊരു അപ്ഡേഷൻ നമുക്ക് തരുന്നു. അപ്പോൾ അതിൽ തെറ്റുണ്ടായത് കൊണ്ടാണല്ലോ വേറെ സയന്റിസ്റ്റ് അതിനെ അപ്ഡേഷൻ ചെയ്യുന്നത്. ഇന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കില്ല നാളെ സയന്റിസ്റ്റ് പറയുന്നത്. ഇപ്പൊ ഇന്ന് 9 ഗ്രഹങ്ങളുണ്ട് പറയും, നാളെ പറയും നല്ല 9 അല്ല, ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി 10 ഗ്രഹങ്ങളുണ്ട് പറയും. പിന്നെ മറ്റന്നാൾ പറയും അല്ല 10 അല്ല 15 ഉണ്ടെന്ന് പറയും.
അപ്പൊ ഇതെല്ലാം അവനവന്റെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി കാരണമാണ് അവർക്ക് പെർഫെക്റ്റ് നോളജ് കിട്ടുന്നത്. അപ്പൊ അതിന് പകരം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ശാസ്ത്രത്തിൽ എന്ത് പറയുന്നു അത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം അത് അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അസെൻഡിങ് പ്രോസസ് മേ ഓർ മേ നോട്ട് ബി റൈറ്റ്. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ ശരിയല്ലാതായിരിക്കാം അസെൻഡിങ് പ്രോസസ്. അപ്പോൾ അതുകൊണ്ട് ഡിസെൻഡിങ് പ്രോസസ്സാണ് എസ്പെഷ്യലി നമ്മുടെ ആത്മീയ ജ്ഞാനം കിട്ടാൻ വേണ്ടി നോക്കേണ്ടത്. അപ്പോൾ അതിന് ഇൻഡക്റ്റീവ് നോളേജ് ആൻഡ് ഡിഡക്റ്റീവ് നോളേജ്. ഇൻഡക്റ്റീവ് നോളേജ് പറഞ്ഞാൽ മെറ്റീരിയൽ നോളജിനെ, അതായത് നമ്മളുടെ എക്സ്പെരിമെന്റും റിസർച്ചും അങ്ങനെയുള്ള കാര്യങ്ങളും ഉപയോഗിച്ച്, നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ആ നോളേജാണ് ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് നോളേജ്. അതർ വൺ ഈസ് ഡിഡക്റ്റീവ്. ഡിഡക്റ്റീവ് മീൻസ് ദാറ്റ് കംസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ഗുരു ശിഷ്യ പരമ്പര ഓർ അതോറിറ്റി എന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ടു വേസ് ഓഫ് അക്വയറിംഗ് നോളേജ്. ഒന്ന് ascending knowledge, other one is descending or inductive knowledge or deductive knowledge. ആരോഹണം അവരോഹണം. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും 100% ശരിയാകുന്ന ആ ജ്ഞാനമാണ് ഡിസെൻഡിങ് നോളേജ്, ഗുരു പരമ്പര. എസ്പെഷ്യലി ആധ്യാത്മിക തലത്തിലുള്ള ആ ജ്ഞാനം നമുക്ക് ശബ്ദ പ്രമാണം ത്രൂ അല്ലെങ്കിൽ ശ്രുതി ത്രൂ കിട്ടണം. നമുക്കറിയാം ഇതിന്റെ അതോറിറ്റി ആരാണ്. ഇത് ശരിക്കുള്ള അതോറിറ്റി നിന്ന് കിട്ടുന്നു. അത് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു മാവിൽ കയറിയിരിക്കുകയാണ്, ഒരു മാങ്ങ പറിച്ചിട്ട് അടുത്തുള്ള ശാഖയിലിരിക്കുന്ന ഒരാൾക്ക് കൈമാറാണ്. അദ്ദേഹം വേറെ ശാഖയിലിരിക്കുന്ന കൈമാറി, അങ്ങനെ കൈമാറി താഴെ ഇരിക്കുന്ന എനിക്ക് കിട്ടുന്നു. ആ മാങ്ങ താഴെ എറിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ സ്ഥിതി? അതിന്റെ ശരിക്കുള്ള ഷേപ്പിൽ കിട്ടുമോ? അതേപോലെ ഇത് കൈമാറി അതേപോലെ. അപ്പൊ എങ്ങനെയാണോ ആദ്യത്തെ ആ സ്രോതസ്സിന് കിട്ടുന്ന അതേ ജ്ഞാനം നമുക്ക് താഴെ കിട്ടുന്ന, നമുക്ക് അതേപോലെ കിട്ടുന്ന, അതിൽ യാതൊരു മാനിപ്പുലേഷനോ മിസ്ഇന്റർപ്രിറ്റേഷനോ ഒന്നും വരുന്നില്ല. ആസ് ഇറ്റ് ഈസ് നമുക്ക് കിട്ടുന്നു. അത് താഴെ ഇടാണെങ്കിൽ അത് ചിന്നിച്ചിതറി ശരിക്കുള്ള ഷേപ്പിൽ നമുക്ക് ഫോമിലും കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡക്റ്റീവ് നോളേജ് അല്ല ഡിഡക്റ്റീവ് നോളേജ്, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഉള്ള അവരോഹണം എന്നുള്ള തലത്തിലുള്ള നോളജ് കിട്ടുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള നോളജ്, രണ്ട് വേസ് ഓഫ് അക്വയറിംഗ് നോളജ്, ആരോഹണം അവരോഹണം. ഓക്കെ, ഇൻഡക്റ്റീവ് ഓർ ഡിഡക്റ്റീവ്. അതിൽ ബെസ്റ്റ് അവരോഹണം ഇതാണ്. ഓക്കെ, അതാണ് ശ്രുതി, അതാണ് ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ. അപ്പോൾ ഇതിനെ ശ്രുതി എന്ന് പറയുന്നു. ശ്രുതി പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് ഹേർഡ് ഫ്രം ദ റൈറ്റ് അതോറിറ്റി. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കണം. ഭഗവത്ഗീത പഠിക്കാൻ നമ്മൾ ഒരു അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഭഗവത്ഗീത പറഞ്ഞു തരോ പറയൂ? പറയില്ലല്ലോ. നമ്മൾ ആരെ അറിയിക്കണം? ആ ഭഗവത്ഗീത അറിയുന്ന ഒരു ഭക്തന്റെ കയ്യിൽ നിന്ന് പഠിക്കണം. സോ ഈസ് ദ റൈറ്റ് അതോറിറ്റി ഫോർ ദാറ്റ്. അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻസിന്റെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഭഗവത്ഗീത പറഞ്ഞു തരണം പറഞ്ഞാൽ നടക്കില്ല. കാരണം വെച്ചാൽ സിനിമയെ പറ്റി ചോദിച്ചാൽ അവർക്ക് അറിയാമായിരിക്കും, പൊളിറ്റിക്സിനെ പറ്റി ചോദിച്ചാൽ അവർക്കറിയാം. പക്ഷെ ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ ഭഗവത്ഗീത അറിയുന്ന ഒരു ഭക്തന്റെ എന്ന് പറയുന്നത്. അത് ഏതൊരു മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ അറിയുന്ന ഒരാളുടെ പറ്റി അറിയണം, എഞ്ചിനീയറിംഗ് അങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് ഇത് റൈറ്റ് അതോറിറ്റി എന്നുള്ളത്. അതാണ് ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? അടുത്തത് അടുത്ത പാസേജ് ഗീതമാതാജി എന്ന് വായിക്കും. നിങ്ങളുടെ പരിപൂർണമല്ലാത്ത ഇന്ദ്രിയങ്ങളുടെ സഹായത്താൽ പരീക്ഷണങ്ങൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അത് സാധ്യമല്ലതാനും. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധ്യമാണോ? സാധ്യമല്ല തന്നെ. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് മനസ്സിലാക്കാം? വിശ്വസനീയമായ ഒരു സ്രോതസ്സിൽ നിന്നും കേട്ടാൽ മനസ്സിലാക്കാം, അതായത് നിങ്ങളുടെ അമ്മയിൽ നിന്ന്. ഇതാണ് സാമാന്യ ബുദ്ധി. അപ്പോൾ നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള അച്ഛനെ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനാവില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പരംപിതാവായ ഭഗവാനെ ഈ പ്രക്രിയയിൽ കൂടി കണ്ടെത്താനാവുന്നത്? ഭഗവാൻ കൃഷ്ണനാണ് യഥാർത്ഥ പിതാവ്. അദ്ദേഹം പിതാവിന്റെ 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 പിതാവുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പിതാവിനെ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാനോ അതിനു മുമ്പുള്ള തലമുറയെക്കുറിച്ച് മനസ്സിലാക്കാനോ
സാധിക്കാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് അറിയുക? ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ പരിപൂർണമല്ലാത്ത ഇന്ദ്രിയങ്ങളുടെ സഹായത്താൽ പരീക്ഷണങ്ങൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അപ്പം നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ലിമിറ്റഡ് ആണ്, പരിമിത അവസ്ഥയിലാണ്. അതുകൊണ്ട് അതിന് അതീന്ദ്രമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാൻ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട്. ഉദാഹരണത്തിനായിട്ട് ചില പ്രഭുപാദർ പറയുന്നത്, ഇപ്പൊ സ്വന്തം അച്ഛനെ അറിയാൻ. ഓക്കെ, സ്വന്തം അച്ഛനാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നു? അമ്മ ചൂണ്ടിക്കാണിക്കും, ഇതാണ് എൻ്റെ അച്ഛൻ, അല്ലേ? നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും പോയിട്ട് DNA ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ അച്ഛൻ ആരാന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? നെക്സ്റ്റ് ഇമ്പോസിബിൾ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ ഓരോരുത്തരും ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഹൂ ഇസ് ദ അതോറിറ്റി? സ്വന്തം അച്ഛൻ ആരാണെന്ന് അതോറിറ്റി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന അമ്മ. അമ്മയുടെ ആ വേർഷൻ, ഓക്കെ, അത് നമ്മൾ സമ്മതിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യും. ഷീ ഈസ് ദ അതോറിറ്റി ടു പോയിന്റ് ഔട്ട് ഹൂ യുവർ ഫാദർ ഈസ്. അല്ലാതെ നമ്മൾ എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അച്ഛനെ നിർണ്ണയിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സുപ്രീം ഫാദർ ആയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? സ്വന്തം അച്ഛനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എക്സ്പെരിമെന്റ് കൂടെ. അമ്മ എന്നുള്ള അതോറിറ്റി കൂടെ നമുക്ക് സ്വന്തം അച്ഛനെ മനസ്സിലാക്കുവാൻ. അതേപോലെ നമ്മുടെ സുപ്രീം പരംപിതാവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മളെ എക്സ്പെരിമെന്റ് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ആരെ ആശ്രയിക്കണം? ആരാണ് അതോറിറ്റി? വേദങ്ങൾ, ഭഗവത്ഗീത, ശാസ്ത്ര ഗ്രന്ഥങ്ങള്, ഓക്കെ, വേദം. ഗുരു ആചാര്യന്മാര് ഇവര് പറയുന്നു. കാണിച്ചാൽ ഗുരു സാധു ശാസ്ത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഗുരുണ്ട്, ആത്മീയ ഗുരുണ്ട്. ആ ആത്മീയ ഗുരു എന്ത് പറയുന്നു? സാധുക്കൾ പറയുന്നതാണ് പറയുന്നത്. സാധു ആരാണ്? സെയിൻലി പേഴ്സണാലിറ്റീസ്. ഗുരു ആരെ ഫോളോ ചെയ്യുന്നു? സാധു. ഓക്കെ, ആൻഡ് സാധു ആരെ അനുഗമിക്കുന്നു? ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധുക്കള് മനസ്സിലാക്കുന്നത്. ആ സാധു തന്റെ ശിഷ്യന്മാരായിട്ടുള്ള അവര് പിന്നീട് ഗുരു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഗുരു സാധു ശാസ്ത്രമാണ് നമ്മുടെ ആധാരം ഈ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. സ്വന്തം അച്ഛനെ നമ്മൾ ഒരു അതോറിറ്റിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്റെ പരംപിതാവായ ശ്രീകൃഷ്ണ ഭഗവാനെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗുരു സാധു ശാസ്ത്ര, അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ആധാരത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ശക്തികളോ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ പരംപിതാവായ ഭഗവാൻ കൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരുവിനെ ആശ്രയിക്കണം. കാരണം ഗുരു സാധു പറയുന്നത് കേൾക്കുന്നു, സാധു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കുന്നു. ഇതാണ് ഇതിൻ്റെ. അടുത്തത് സ്വാതി മാതാജി, ആളുകൾ ഇതുപോലെ പരീക്ഷണങ്ങളിൽ കൂടി ഭഗവാനെ അന്വേഷിക്കുകയും പരീക്ഷണങ്ങൾ വിഫലമാകുമ്പോൾ അവ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പറയും, ഇവിടെ ഭഗവാൻ ഇല്ല, ഞാൻ തന്നെയാണ് ഭഗവാൻ എന്നൊക്കെ. എന്നാൽ ഈശോപനിഷത്തിൽ പറയുന്നത് ഒരാൾ ഭഗവാനെ അറിയാൻ പരീക്ഷണത്തിന്റെ പാതയല്ല തുടരേണ്ടത്, മറിച്ച് ശ്രവണത്തിന്റെ പാതയാണ് എന്നാണ്. ആരിൽ നിന്നാണ് ശ്രവിക്കേണ്ടത്? കച്ചവടക്കാരിൽ നിന്നാണോ അതോ മതമൗലികവാദികളിൽ നിന്നാണോ? തീർച്ചയായും അല്ല. ഒരാൾ കേൾക്കേണ്ടത് ഒരു ധീരനിൽ നിന്നാണ്. ധീരൻ എന്നാൽ ആരുടെ ഇന്ദ്രിയങ്ങളെയാണോ ഭൗതിക ലോഭങ്ങളിൽ വിചലിക്കാത്തത് അയാളാണ്. നിങ്ങൾക്കു യഥാർത്ഥ ജ്ഞാനം വേണമെങ്കിൽ നിങ്ങൾ വേദങ്ങളിലേക്കു തിരിയണം. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. വേദങ്ങളുടെ ഭാഗമാണ് 108 ഉപനിഷത്തുക്കൾ. അതിൽ പ്രധാനമായി 11 എണ്ണം ആണ്. ഉപ എന്ന വാക്കിനർത്ഥം അടുത്ത് എന്നാണ്. ഉപനിഷത്തുക്കളിലൂടെ ഒരാൾക്ക് ഭഗവാൻ കൃഷ്ണനോട് അടുക്കാം. വെരി ഗുഡ്. സോ ആളുകൾ ഇതുപോലെ പരീക്ഷണങ്ങളിൽ കൂടെ ഭഗവാനെ അന്വേഷിക്കുകയും പരീക്ഷണങ്ങൾ വിഫലമാകുമ്പോൾ അവ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പറയും, ഇവിടെ ഭഗവാൻ ഇല്ല. അപ്പൊ പല ആൾക്കാരും, ഇന്നത്തെ ആൾക്കാരെ എന്താ പറയാ, എനിക്ക് ഭഗവാനെ കാണിച്ചു തരൂ, ഞാൻ വിശ്വസിക്കാം. ഓക്കെ, ഭഗവാനെ എവിടെ എനിക്ക് കാണിച്ചു തരും, എന്നാ ഞാൻ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാം? എനിക്ക് ആ കണ്ണിനെ കാണാൻ പറ്റുന്ന ആണോ ഭഗവാൻ? ഭഗവാന്റെ രൂപം ദിവ്യ രൂപമാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്.
അപ്പൊ ഭൗതികമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ശരീരം നമുക്ക്, ദേഹം നമുക്ക്, ബോഡി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ നമുക്ക് അതിന് യോഗ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ നമ്മുടെ പരീക്ഷണങ്ങൾ കൂടെ അറിയാൻ ശ്രമിക്കരുത്. പരീക്ഷണങ്ങളിൽ കൂടെ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റില്ല. അതെങ്ങനെ? കാരണം അതിൻ്റെതായിട്ടുള്ള ശ്രവിക്കേണ്ട ആൾക്കാരുടെ അടുത്ത് തന്നെ അത് കേൾക്കണം. കച്ചവടക്കാരിൽ നിന്ന് അത് കേൾക്കാൻ പറ്റില്ല. പിന്നെ മതമൗലികവാദികൾ, അതായത് എൻ്റെ മതമാണ് ഏറ്റവും നല്ലത്, നിങ്ങളുടെ നല്ല മൈ വേ ഈസ് ഹൈവേ, you can reach God or you can understand God only through my religion. ഇതെല്ലാം മതമൗലികവാദികളിൽ നിന്ന് അങ്ങനെ പറയുന്നതാണ്. നമ്മളിപ്പോൾ സാധാരണ ഒരു സനാതന ധർമ്മം പാലിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്, ഓക്കെ, ആരാണ് ഭഗവാൻ? നമ്മളെന്ത് പറയും? നമ്മളുടെ ഇത് പ്രകാരം കൃഷ്ണനാണ് പറയും. കാരണം ഭഗവത്ഗീതയിലെ ഉടനീളം ഭഗവാൻ കൃഷ്ണൻ ഘോഷിക്കുന്നു, ഓക്കെ, എന്താണ് പറയുന്നത്? ഞാൻ തന്നെയാണ് ദൈവം എന്ന്. പക്ഷെ അവർ വിശ്വസിക്കില്ല മറ്റുള്ളൊരു. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ മതഗ്രന്ഥങ്ങൾ അതല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളത് മനസ്സിലാക്കണം. ഈ ഭഗവത്ഗീത കൃഷ്ണൻ അർജുന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അന്ന് വേറെ ഒരു മതം എന്നിട്ടില്ല. ഹിന്ദു മതം ഉണ്ടായിരുന്നില്ല, ഇസ്ലാം മതം ഉണ്ടായിരുന്നില്ല, ക്രിസ്തീയ മതം ഉണ്ടായിരുന്നില്ല, ബുദ്ധമതം ഉണ്ടായിരുന്നില്ല, ജൈനമതം ഉണ്ടായിരുന്നില്ല, സിഖിസം ഉണ്ടായിരുന്നില്ല, സൊറാഷ്ട്രിയൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ജൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാ ഹ്യൂമാനിറ്റിക്കും വേണ്ടിയിട്ട്, ദ ഹ്യൂമാനിറ്റി അറ്റ് ലാർജ്, ഈ ഉപദേശം, നിർദ്ദേശം അല്ലെങ്കിൽ ഭഗവത്ഗീത സന്ദേശം പറഞ്ഞു കൊടുത്തത്. ഹിന്ദുമതം എന്നുള്ളത് പിന്നീട് എഴുതി ചേർക്കപ്പെട്ട ഒരു കാര്യം. ഹിന്ദു പറഞ്ഞിട്ടൊരു മതം അത് പിന്നീട് എങ്ങനെ വന്ന് ചേർന്ന. പക്ഷേ ഹിന്ദുക്കൾ ഫോളോ ചെയ്യുന്ന സനാതന ധർമ്മം. സനാതനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവിയിലും ഉള്ള മതമാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിനോ സർക്കംസ്റ്റൻസിനോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള മതമല്ല സനാതനം. സനാതനം പറഞ്ഞാൽ എറ്റേണൽ ആണ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. മറ്റുള്ള മതങ്ങളൊക്കെ ഒരാളുടെ, ഒരു വ്യക്തിയുടെ പേരിലോ അല്ലേ അങ്ങനെയൊക്കെ വളർന്നിട്ടുള്ള എന്താ പറയുക വന്നിട്ടുള്ള മതങ്ങളാണ്. അത് വരും പോകും. It is to elevate or liberate certain type of people at a certain circumstances for a certain period. It comes and goes. It is incomplete. നമ്മളുടെ മതഗ്രന്ഥങ്ങൾ പറഞ്ഞാൽ it is not limited to one book. It's a vast library of books. ഏത് നമുക്ക് അറിവ് വേണം അതെല്ലാം നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ നമുക്ക് കിട്ടും. So any department, you want politics, it is there. You want defense, it is there. You want Ayurveda, it is there. You want architecture, it is there. You want astrology, it is there. You want astronomy, it is there. ഏതാണ് ഇല്ലാത്തത്? മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, any subject matter, it is there. It's not limited to just one. So it is for the humanity at large. Okay? മറ്റുള്ള മതങ്ങൾ വന്നു പോയത് പിന്നെ നമ്മുടെ ഹിന്ദു മതത്തിൽ ഒരാളെ പറ്റിയിട്ട് അതിന് സമയമല്ലേ എന്ന് ഹിന്ദു മതം വന്നു അല്ലെങ്കിൽ എന്ന് സനാതന ധർമ്മം വന്നു പറയാൻ പറ്റില്ല. There is no beginning for that. It is from time immemorial. There is no beginning, there is no end, there is no middle. അതുകൊണ്ടാണ് അതിനെ സനാതനം എന്ന് പറയുന്നത്. മറ്റതൊക്കെ ഒരു പെർട്ടിക്കുലർ ആളുടെ പേരിൽ വന്ന മതങ്ങളാണ്. അത് ഏതെടുത്താലും, ജൈന മതം എടുത്താലും ശരി, ബുദ്ധമതം വെച്ചാൽ, ക്രിസ്തീയ മതം എടുത്താലും ശരി, എന്തെടുത്താലും ശരി, അതെല്ലാം ഒരു പെർട്ടിക്കുലർ ആളുടെ പേരിൽ അറിയപ്പെടുന്ന മതങ്ങളാണ്. അതിന് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പീപ്പിൾ, പെർട്ടിക്കുലർ സർക്കംസ്റ്റൻസിൽ ആൻഡ് പെർട്ടിക്കുലർ ടൈമിൽ വന്ന ഒരു മതമാണ്. ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഉദ്ധരിക്കാൻ വേണ്ടി മാത്രം ഉതകുന്ന മതങ്ങളാണ് അതെല്ലാം. See, we are not belittling other religion. Okay? The only thing is, it is not giving all the information. അന്നത്തെ കാലത്ത് ആ മതം ഉടലെടുത്ത ആ സമയത്ത് അന്നത്തെ ആൾക്കാരുടെ കോൺഷ്യസ്നെസ് ലെവല്, അവബോധം എങ്ങനെയായിരുന്നു, അതിനനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ രീതിയിലുള്ള മതം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അർജുനൻ ഏത് തലത്തിലുള്ള ആളായിരുന്നു നമുക്കറിയാൻ പറ്റും. ഓക്കെ, സാധാരണ ലെവലിലാണ്. അപ്പൊ അതുകൊണ്ട് ഹയസ്റ്റ് ഫിലോസഫിയാണ് അർജുനന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കാം, അന്നത്തെ കാലത്ത് 5200 5300 വർഷം മുമ്പേ അർജുനന്റെ സ്ഥിതി, he was the most civilized person, most cultured person. അങ്ങനത്തെ ഒരാൾക്ക് വെരി വെരി ഹൈ ഫിലോസഫി. ഫോർ എക്സാമ്പിൾ,
ഒരു PhD ലെവലിലെ ഒരു കരിക്കുലം, ഒരു സിലബസ് ആണ് നമുക്ക് അർജുനൻ ത്രൂ നമുക്ക് തരുന്നത്. ഒരു KG ക്ലാസ്സിലോ ഫസ്റ്റ് ഒരു എലിമെന്ററി ലെവലിലോ അല്ലെങ്കിൽ പ്രൈമറി ലെവലിലോ സെക്കൻഡറി ലെവലിലോ ഹയർ സെക്കൻഡറി ലെവലിലോ നോളജ് താഴെ കിടക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ 1+1 = 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് PhD എത്തിയാൽ 1+1 3 ആവില്ല, 1+1 2 തന്നെ ആവുള്ളൂ. ഓക്കെ, പക്ഷേ 10 - 50 എന്നുള്ളത് ആ ഒരു കണക്ക് 1-ാം ക്ലാസ്സിലത്തെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ? So as you go higher in the grade, you will be able to understand. Yes, that is also right. അപ്പോൾ താഴെ കിടക്കുന്ന അവബോധം, ലോവർ അവബോധമുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ തരത്തിലുള്ള ഒരു ജ്ഞാനമാണ് മറ്റുള്ള മതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള അതിനുള്ള ആ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഗുണങ്ങളില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തില്ല. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ്. അപ്പോൾ നമ്മളുടെ കോൺഷ്യസ്നെസ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹയർ ഫിലോസഫി ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തു. അന്നത്തെ കാലത്ത് ഹി വാസ് ഓഫ് ദാറ്റ് കാഡർ. മറ്റുള്ള ചില മതങ്ങൾ പറഞ്ഞു രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കണം, കുളിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതൊന്നും അർജുനോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഒരു 10 വയസ്സായി, 10-20 വയസ്സായി കുട്ടിയോട് 4-5 വയസ്സായ കുട്ടിയോട് രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കണം, കുളിക്കാനൊക്കെ നിർബന്ധിക്കുന്നു. ഒരു 10, 15, 20 വയസ്സായാലും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം മനസ്സിലായി അത് നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ക്ലെൻലിനെസിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ പറയാതെ തന്നെ അവർ ചെയ്യുന്നു. അപ്പൊ ഇതാണ് മറ്റുള്ള മതങ്ങളും നമ്മളും തമ്മിലുള്ള നമ്മളുടെ സനാതന ധർമ്മമായിട്ടുള്ള വ്യത്യാസം. അത് തെറ്റാ എന്നല്ല പറയുന്നത്, ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ മതം ഇതിനെപ്പറ്റി ഭഗവാനെ പറ്റി നമ്മൾ കേൾക്കേണ്ടത് എവിടെ നിന്നാണെന്ന് പറയുന്നത് ധീരൻ. ധീരൻ എന്ന് പറഞ്ഞാൽ സോബർ പേഴ്സൺ. എന്താണ് സോബർ പേഴ്സൺ പറഞ്ഞാൽ? ആര് ഇന്ദ്രിയങ്ങളെ തന്റെ വശത്താക്കി, ആർക്ക് തന്റെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അവരാണ് ഒരു ധീരൻ. ഈസ് എ സോബർ പേഴ്സൺ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ വശത്താക്കാൻ പറ്റുമെന്നെങ്കിൽ നമ്മളും ധീരനാണ്. അവരെ ഗോസ്വാമി എന്ന് പറയുന്നു. ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസസ്, ഇന്ദ്രിയങ്ങള്. സ്വാമി പറഞ്ഞാൽ കൺട്രോളർ. One who can control the senses is called Goswami. One who cannot control, one who comes under the control of senses is called Godasa. Okay, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ അധീനത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരെ, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്താഗ്രഹിക്കുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു, അവരെ നമ്മൾ ഗോദാസ, ഇന്ദ്രിയങ്ങളുടെ അടിയിൽ നമ്മൾ വരുന്നു. ഇന്ദ്രിയങ്ങളെ ആർക്ക് തന്റെ അധീനത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ അവരെ ഗോസ്വാമി എന്ന് പറയുന്നു. അപ്പൊ അവരാണ് ധീരൻ. അപ്പൊ ആ ധീരനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു ഭക്തന്റെ കയ്യിൽ നിന്നായിരിക്കണം നമുക്ക് ഇങ്ങനെ ആത്മീയമായിട്ടുള്ള ജ്ഞാനം നേടേണ്ടത്. അല്ലാണ്ട് ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാനോ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറോ അവരെ ആയിട്ടില്ല. ആ നോളജ് നമുക്ക് അവരുടെ തലത്തിലുള്ള നോളജ് നമുക്ക് മേടിക്കാം. പക്ഷെ ആത്മീയ കാര്യങ്ങൾ നേടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശുദ്ധ ഭക്തന്റെ ആയിരിക്കണം കേൾക്കേണ്ടത്. അപ്പോൾ ഭഗവാനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള അതോറിറ്റീസിന്, ഗുരു, സാധു, ശാസ്ത്ര, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആധാരത്തിൽ നമ്മൾ അറിയാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് പ്രിയ മാതാജി. മ്യൂട്ടാണ്. വേദങ്ങളെ ശ്രുതി അല്ലെങ്കിൽ പ്രാഥമിക തെളിവുകളായിട്ടാണ് അറിവുള്ള സമൂഹം കരുതിപ്പോരുന്നത്. ബൗദ്ധാത്മാക്കളുടെ അന്വേഷണ ത്വരയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒന്നല്ല വൈദിക ജ്ഞാനം അല്ലെങ്കിൽ വേദങ്ങൾ. ഇതുപോലുള്ള ആളുകളുടെ ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളാകയാൽ അവർക്ക് വസ്തുതകളെ അതേപടി കാണുവാൻ പറ്റുകയില്ല. അവർ വെറുതെ അങ്ങനെയാവാം ഇങ്ങനെയാവാം എന്ന് പറയുന്നതല്ലാതെ അതിന്റെ ബാക്കി കാണുന്നില്ലല്ലോ. സത്യം അറിയില്ല. ബാക്കി കാണുന്നില്ലേ? ഇല്ല, അതിന്റെ വരെ വന്നുള്ളൂ. ഓക്കെ, അതിന്റെ സത്യം അറിയില്ല. അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും പൂർണ്ണമായിരിക്കണം, സംശയങ്ങൾക്ക് അതീതമായിരിക്കണം. ഓക്കെ, താങ്ക് യു മാതാജി.
വേദങ്ങളുടെ ശ്രുതി അല്ലെങ്കിൽ പ്രാഥമിക തെളിവുകളായിട്ട് ആണ് അറിവുള്ള സമൂഹം കരുതിപ്പോകുന്നത്. വേദം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നോളജ്. അറിവ്. വേദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ നോളജ് ആണ്. അപ്പൊ അതിനെ ശ്രുതി, ദാറ്റ് വിച്ച് ഈസ് ഹേർഡ്, ശബ്ദ പ്രമാണം എന്ന് പറയും, ശ്രുതി എന്ന് പറയും. ഓക്കെ, അറിവുള്ള സമൂഹം അതാണ് പറയുന്നത്. അതായത് ജ്ഞാനികളുടെ ഒരു വേർഷനാണ് ഇത്. ജ്ഞാനികൾ പറയുന്നത് വേദം എന്ന് പറഞ്ഞാൽ അറിവ്. ബദ്ധാത്മാക്കളുടെ അന്വേഷണ ത്വരയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒന്നല്ല വൈദിക ജ്ഞാനം. എന്താണ് ബദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ? കണ്ടീഷൻ സോൾസ്. നമ്മളെല്ലാം ബദ്ധാത്മാക്കളാണ്, കണ്ടീഷൻ സോൾ. ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് നമ്മള് ഞാൻ തന്നെയാണ്, എൻ്റെ ശരീരമാണ് ഞാൻ, ഈ ശരീര ഭോഗത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ബദ്ധാത്മാക്കൾ. നമ്മളുടെ ശരിക്കുള്ള ഐഡന്റിറ്റി നമ്മൾ പറയാൻ എൻ്റെ പേര് ശിവൻ, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ, ഞാൻ കേരളത്തിൽ ജനിച്ചു, ഞാൻ വെളുത്തത്, ഞാൻ കറുത്തത്, ഞാൻ ഡോക്ടർ, ഞാൻ എഞ്ചിനീയർ എന്നുള്ള ഉപാധികൾ വെച്ച് ഇതെല്ലാം എന്നേക്കും ഉണ്ടാവും എന്നുള്ള ആ ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ബദ്ധാത്മാക്കൾ. പക്ഷെ ശരിക്കും ഞാൻ ഈ പേരാണോ ശിവൻ എന്ന പേര്, ആ നാമം എനിക്ക് ഈ ജന്മത്തിൽ മാത്രമേ ഉള്ളൂ. അടുത്ത ജന്മം എനിക്ക് ഉണ്ടെങ്കിൽ ഈ പേര് എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ പേര് ശിവൻ ആയിരുന്നു, ഓക്കെ, അതുകൊണ്ട് അടുത്ത ജന്മത്തിലും ഞാൻ ഈ പേരിനെ ഇടും, എനിക്ക് പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ശരീര അവസ്ഥയിൽ വിശ്വസിച്ച് ഞാൻ ശരീരമാകുന്നു എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ബദ്ധാത്മാക്കൾ. ഓക്കെ, കണ്ടീഷൻ, വി ആർ കണ്ടീഷൻ ടു ദിസ് മെറ്റീരിയൽ നേച്ചർ. ഓക്കെ, അപ്പോൾ അവരുടെ ജ്ഞാനം പൂർണ്ണമല്ല. ഇതുപോലെയുള്ള ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളാകയാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അപൂർണമാണ്. കാരണം ഇറ്റ് ഈസ് ഇംപെർഫെക്റ്റ്. നമുക്ക് അടുത്ത റൂമിൽ എന്താണ് കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാകയാൽ അവർക്ക് വസ്തുതകളെ അതേപടി കാണുവാൻ പറ്റില്ല, ആസ് ഇറ്റ് ഈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. രാത്രി ഇരുട്ടത്തെ നമ്മുടെ ഒരു കയറിനെ ചവിട്ടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പേടിക്കും, അത് പാമ്പാണെന്ന് വിചാരിച്ചിട്ട്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് രാത്രി കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കയറിനെ നമ്മൾ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളെ അതേപടി അതുപോലെ തന്നെ ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അവർ വെറുതെ അങ്ങനെയാവാം ഇങ്ങനെയാവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അസംപ്ഷൻ, അനുമാന പ്രമാണത്തിൽ എത്തുന്നു. അപ്പൊ അത് ഇൻകംപ്ലീറ്റ് നോളജ് ആണ് എന്ന് പറയുന്നതല്ലാണ്ട് അതിൻ്റെ സത്യം അറിയില്ല. അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും പൂർണ്ണമായിരിക്കണം, സംശയങ്ങൾക്ക് അതീതമായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് അജിത് പ്രഭു വായിക്കൂ. ബദ്ധാത്മാക്കൾ ബദ്ധാത്മാക്കൾക്ക് തെറ്റുപറ്റാം, മായാമോഹിതരാവാം, അതുപോലെ മറ്റുള്ളവരെ കബളിപ്പിക്കുകയുമാവാം. എങ്ങനെയാണ് കബളിപ്പിക്കുന്നത് എന്നല്ലേ? ഒരാൾ ഭഗവത്ഗീതയെ ശരിയായി മനസ്സിലാക്കാതെ അതിനെ വ്യാഖ്യാനം എഴുതുമ്പോൾ അയാൾ നിർദോഷങ്ങളായ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഒരാൾക്ക് ഒരു ജ്ഞാനി എന്നുള്ള പട്ടം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഭഗവത്ഗീതയുടെ ഖ്യാതി മനസ്സിലാക്കി അതിന് വ്യാഖ്യാനം എഴുതുവാൻ ശ്രമിക്കുന്നു. ഇതുപോലെ ജ്ഞാനികളെന്ന് നടിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ആർക്കും എന്ത് അഭിപ്രായവും പറയാമെന്നുള്ളതാണ്. എന്നാൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭക്തർക്കും മാത്രമേ ഭഗവത്ഗീത മനസ്സിലാവൂ എന്നാണ്. ആയതിനാൽ ഈ പറയപ്പെടുന്ന ജ്ഞാനികളെല്ലാം തന്നെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ബദ്ധാത്മാക്കൾക്ക് തെറ്റുപറ്റാം. ആരാണ് ബദ്ധാത്മാക്കൾ? നമ്മളെ പോലുള്ള കണ്ടീഷൻ സോൾസ്. മായ മോഹിതരാവാം, അതായത് സബ്ജക്ട് ടു ബി ഇല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി ഇരുട്ടത്തെ നമ്മളൊരു കയറിനെ ചവിട്ടുന്നു, അത് പാമ്പായിട്ട് പേടിക്കുന്നു, അതായത് ഇല്യൂഷൻ. അപ്പം നമുക്ക് സാധാരണയായിട്ട് 4 ഡിഫക്ട്സ് ആണുള്ളത്. ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ എന്താണ് ഈ 4? നമ്മളുടെ കണ്ടീഷൻ സോഴ്സിന് 4 ഡിഫക്ട്സ് ഉണ്ട്. എന്താണത്? ആർക്കെങ്കിലും അറിയോ? പ്രിയമാതാജി എന്താ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് 4 ഡിഫക്ട്സ് നമുക്കുള്ളത്? കാമക്രോധ ലോഭമോഹമാണോ? അല്ല, അത് നമ്മുടെ അനർത്ഥങ്ങള്, കൽമശങ്ങള്, അത് 6. കണ്ണിന് കാണാൻ പറ്റുന്നതിനപ്പുറം കാഴ്ചകൾ, ചെവിക്ക് കേൾക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള
അതല്ല ഓക്കെ, ഒന്ന് അതാണ്. ഓക്കെ, ഒന്ന് അതാണ്. ബാക്കി മൂന്നെണ്ണം, അതായത് മാതാജി പറയുന്നത് നമ്മുടെ 4 ഡിഫക്ട്സ് പറഞ്ഞാൽ നമുക്ക് ഇംപെർഫെക്റ്റ് സെൻസസ് ആണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല. മറ്റു മൂന്നെണ്ണം എന്താണ്? സബ്ജക്ട് ടു ബി ഇല്യൂഷൻഡ്. ഓക്കെ, നമ്മുടെ ഇതിന്റെ മായാമോഹിതരാവാം. ഇല്യൂഷൻ ആണ്. കാണിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ഫ്ലവർ വേസ് ഉണ്ട്, അതിൽ ഫ്ലവർ ഉണ്ട്. ഓക്കെ, അത് ശരിക്കുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണോ റിയൽ ഫ്ലവർ ആണോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ അടുത്ത റൂമിൽ നിന്നുള്ള എന്തോ ആരോ സംസാരിക്കുക കേൾക്കുന്നു, അത് എൻ്റെ മകളാണ് സംസാരിക്കുന്നത്, ഭാര്യയാണ് സംസാരിക്കുന്നത്, ആരാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇല്യൂഷൻ. എനിക്കറിയില്ല, അങ്ങനെ ആവാം ഇങ്ങനെ ആവാം നമുക്ക് പറയാം, പക്ഷെ ആരാണ് ശരിക്കുള്ളതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ ഉള്ള ഈ ഇന്ദ്രിയങ്ങളെ അപൂർണമായിട്ടിരിക്കുന്ന ആ ജ്ഞാനം, അതാണ് ഓക്കെ ഇംപെർഫെക്റ്റ് സെൻസസ്. നമ്മുടെ സെൻസസ് ഇംപെർഫെക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യത്തിനെ വേറൊരു കാര്യമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. നമ്മൾ ഈ നല്ല സണ്ണി ഡേ സമ്മർ സമയത്ത് മിരാശയൊക്കെ കാണുന്നു. ഓക്കെ, ദൂരെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ദൂരെ നമ്മൾ എന്താ പറയുക റോഡിൽ വെള്ളം കാണുന്നു. ശരിക്കും വെള്ളമാണോ അത്? അവിടെ വെള്ളമുണ്ടോ? സൂര്യന്റെ ഗ്ലെയർ അടിക്കുമ്പോൾ നമുക്ക് വെള്ളമായിട്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ അത് ഇല്യൂഷനാണ്. എങ്ങനെ നമ്മുടെ ഒരു കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നു, എങ്ങനെ സമ്മർ സീസണിൽ ദൂരെ നമുക്ക് വെള്ളം കാണുന്നു, വെള്ളമല്ല അത്. അതൊക്കെ ഒരു ഇല്യൂഷനാണ്. കാരണം ഒന്ന് നമ്മുടെ ഇംപെർഫെക്റ്റ് സെൻസസ് കാരണമാണ്. പിന്നെ സബ്ജക്ട് ടു ബി ഇല്യൂഷൻ. മൂന്നാമത്തത് കമ്മിറ്റിംഗ് മിസ്റ്റേക്സ്. നമ്മൾ മിസ്റ്റേക്ക് വരുത്തില്ലേ ഒരുപാട് കാലം, ആരും മിസ്റ്റേക്ക് വരുത്താതെ. പിന്നെ നാലാമത്തത് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. നമ്മൾ ചതിക്കും, നമ്മൾ വെറുതെ നുണ പറയും എന്തൊരാവശ്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ട്രാഫിക്കിൽ പെട്ടു, ലേറ്റായി, സമയത്തിന് എത്തിയില്ല. 8 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, 8 മണിക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്ന് പറയും എന്തൊരു ട്രാഫിക്കായിരുന്നു, 1.5 മണിക്കൂർ ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങിയെന്ന് പറയും. ആകെ ചിലപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും 1.5 മണിക്കൂർ ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങി പറയും. 10 മിനിറ്റേ നമ്മൾ വൈകിട്ടുണ്ടാവുള്ളൂ, 10 മിനിറ്റേ കുടുങ്ങിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എന്താണ് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, നമ്മൾ അതിനെ എക്സാജറേഷൻ ചെയ്തിട്ട് കൂടുതൽ പറയുന്നു. അപ്പോൾ ഇംപെർഫെക്റ്റ് സെൻസസ്, സബ്ജക്ട് ടു ബി ഇല്യൂഷൻ ആൻഡ് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ്. അപ്പോൾ ഈ 4 ഡിഫക്ട്സ് ആണ് നമുക്ക് എല്ലാ ബദ്ധാത്മാക്കൾക്കുള്ളത്, കണ്ടീഷൻ ലിവിങ് എൻറ്റിറ്റീസിന്. അപ്പോൾ ഇത് കാരണം നമുക്ക് കിട്ടുന്ന അറിവ് പൂർണ്ണമല്ല. ഇറ്റ് മേ ഓർ മേ നോട്ട്, 100% പറയാൻ പറ്റില്ല. അതിൻ്റെ ഈ 4 ഡിഫക്റ്റ് കാരണം നമുക്ക് കിട്ടുന്ന അറിവ് പൂർണ്ണമാവാം, പൂർണ്ണമാവാതിരിക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഭൗതികമായിട്ടുള്ള ഈ 4 പ്രശ്നങ്ങളുള്ള 4 ഡിഫക്ട്സ് ഉള്ള ഒരാളുടെ അടുത്ത് ഒരാൾ എഴുതിയ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം നമ്മൾ വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ഇത് എല്ലാവരും മനുഷ്യരെ എഴുതിയതല്ലേ ചോദിക്കും. അപ്പോൾ ഇത് ഒരു ശുദ്ധ ഭക്തൻ, അവർക്ക് ഈ ഭൗതിക ലോകത്തോട് യാതൊരു താല്പര്യമില്ല, പൂർണ്ണമായും ആത്മീയ തലത്തിൽ ജീവിക്കുന്ന ഒരാളായിരിക്കണം. ഒരു പേഴ്സണൽ അജണ്ട, ഒരു ഹിഡൻ മോട്ടീവ്സ് ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ രാമായണം അങ്ങനെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പരിഭാഷ ചെയ്ത് നമുക്ക് എത്തിക്കുന്നത്. അവരെ നമുക്ക് കേൾക്കാം. അല്ലാണ്ട് ഒരു പൊളിറ്റീഷ്യനാണ്, അയാൾ ഭഗവത്ഗീത എഴുതുന്നു. ഒരു ഫിലിം സ്റ്റാറാണ്, അവർ ഭഗവത്ഗീത എഴുതുന്നു. കാരണം അവരുടെ ഇമാജിനേഷൻ, അവരുടെ കോൺഷ്യസ്നെസ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യും അവരെഴുതുമ്പോൾ. ഏതൊരു എഴുത്തുകാരനും, ഒരു സാഹിത്യകാരനാണ്, ഓക്കെ, നല്ല കഴിവുണ്ടായിരിക്കാം, വളരെ ഇന്റലക്റ്റ് ആയിരിക്കാം, പക്ഷെ അവരെ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഭാഗവതോ അല്ലെങ്കിൽ രാമായണോ വ്യാഖ്യാനം ചെയ്താൽ അവരുടെ ആ മെറ്റീരിയലി ഇന്റലക്ച്വൽ ആ കോൺഷ്യസ്നെസ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അവിടുന്ന് നമ്മൾ കേൾക്കാൻ പാടില്ല. അവരുടെ നിങ്ങൾ നോവൽ വായിച്ചോളൂ, നമുക്കറിയാം അത് ഇമാജിനറിയാണ്. ഷോർട്ട് സ്റ്റോറി ഓക്കെ, ഫിക്ഷൻ ഓക്കെ, പക്ഷേ ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള ആത്മീയ ഗ്രന്ഥങ്ങളുടെ ഒരു ശുദ്ധ ഭക്തന്റെ വ്യാഖ്യാനം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വി വിൽ ബി മിസ്ലെഡ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ ഭഗവത്ഗീതയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവത്ഗീത മനസ്സിലാവൂ.
അപ്പോൾ അങ്ങനെ ഒരു ഭക്തൻ എഴുതിയിട്ടുള്ള ഒരു വ്യാഖ്യാനം ആയിരിക്കണം നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ. അതായത് ഇതൊരു ബിസിനസ്സായിട്ട്, ഒരു കച്ചവടമായിട്ട് പുസ്തകം അതിന്റെ ഒരു ഭഗവത്ഗീത അതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ കാണിച്ചാൽ അവരുടെ എന്താണ് കോൺഷ്യസ്നെസ്, അവബോധം, അതായിരിക്കും അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഭഗവാൻ തന്നെ പറയുന്നത് ഭക്തന് മാത്രമേ തൻ്റെ ഈ സന്ദേശം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത്. ആയതിനാൽ ഈ പറയപ്പെടുന്ന ജ്ഞാനികൾ അവരെല്ലാം ഇന്റലക്ച്വൽ ആണ്, അതുകൊണ്ട് അവർ ജ്ഞാനികൾ എന്ന് പൊതുവെ സമൂഹം പറയുന്നു. എല്ലാം തന്നെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേ ആർ മിസ്ലീഡിങ് ദ ജനറൽ മാസ്. സോ വി ഷുഡ് ബി കെയർഫുൾ നോട്ട് ടു ലിസൺ ഓർ നോട്ട് ടു റീഡ് സ്ക്രിപ്റ്റേഴ്സ് ഫ്രം സച്ച് പീപ്പിൾ. നിങ്ങൾക്ക് വേറെ വല്ലതും വായിക്കാം, കുഴപ്പമില്ല, ടൈം പാസിന് വേണ്ടിയിട്ട്. You can read their novels and stories and other things. But if you really want to get the right knowledge, the right spiritual knowledge, we should hear from the right source. അതാണ് ഗുരു പരമ്പര എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ട്, അദ്ദേഹത്തിന് ആ ഗുരു ആ ചെയിൻ, ഒരു അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിക് സക്സഷൻ. സോ ഇറ്റ് ഈസ് ദാറ്റ് നോളജ് ഈസ് സ്റ്റെമിങ് ഫ്രം whom? From കൃഷ്ണ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സമ്പ്രദായങ്ങളെ പറ്റി പറയുന്നത്. സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ 4 ഓത്തന്റിക് വൈഷ്ണവ സമ്പ്രദായങ്ങളാണുള്ളത്. ആർക്കെങ്കിലും അറിയോ? സമ്പ്രദായത്തിൽ കൂടെ ആയിരിക്കണം നമുക്ക് കിട്ടുന്ന അറിവ് മുഴുവനെ. ഒരു സെൽഫ് പ്രൊക്ലെയിംഡ് ഗുരു, ഞാൻ പറയാണ് ഞാനാണ് ഗുരു, എനിക്കൊരു ഗുരു ഇല്ല, വിശ്വസിക്കാമോ? ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഞാൻ തന്നെ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ അധീനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ എന്നിൽ നിന്ന് കിട്ടുന്ന അറിവ് അതേപോലെ ആയിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും, റോങ് ആയിരിക്കും, മിസ്ലീഡിങ് ആയിരിക്കും. സോ നെവർ ഷുഡ് ടേക്ക് ഇറ്റ്. അപ്പൊ എനിക്കൊരു ഗുരു ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഗുരുവിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. ആ ഗുരു എന്ത് പറയുന്നു അതേപടി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എൻ്റെ ഗുരുവിന് ഒരു ഗുരു ഉണ്ട്, അദ്ദേഹം. അപ്പൊ എൻ്റെ ഗുരു എന്ത് ചെയ്യുന്നു? എൻ്റെ ഗുരുവിനെ അനുഗമിക്കുന്നു, അനുസരിക്കുന്നു അല്ലേ? അദ്ദേഹത്തിന് ഒരു ഗുരുണ്ട്. അങ്ങനെ റീച്ചിങ് ടു കൃഷ്ണ. അപ്പോൾ ഭഗവത്ഗീതയിൽ നോക്കിയാൽ, നമ്മുടെ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് നോക്കിയാൽ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് തോന്നുന്നു നമ്മളുടെ ഗുരു പരമ്പര ഉണ്ട്. പ്രൊമിനന്റ് ഗുരുസ്, പ്രൊമിനന്റ് ആചാര്യാസ് കൃഷ്ണനിൽ നിന്ന് വരുന്നു. ഓക്കെ, ബ്രഹ്മാവിന് കിട്ടുന്നു, നാരദ മഹർഷിക്ക് കിട്ടുന്നു, വ്യാസദേവന് കിട്ടുന്നു. അങ്ങനെ ഈ ഗുരു പരമ്പരയുടെ ലീനിയേജ് നമുക്ക് കാണാം. ആൻഡ് അവസാനം നമുക്ക് കാണുന്നത് ശ്രീല പ്രഭുപാദ, ഹിസ് ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ. അങ്ങനെ അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിൻ സക്സഷനിൽ കിട്ടുന്ന ഈ നോളേജ് ആണ്. അപ്പൊ അവിടെ യാതൊരു പേഴ്സണൽ ഹിഡൻ അജണ്ട ഇല്ല, നമുക്ക് അതേപടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് വേറെ ആൾ എഴുതാൻ, ഞാൻ ഭഗവത്ഗീത ഞാൻ വ്യാഖ്യാനം ചെയ്തു, എനിക്ക് ഗുരു ഇല്ല, എനിക്ക് ഗുരു വേണ്ടേനും, അത് ടൈം പാസിന് വേണ്ടി കേൾക്കാം, പക്ഷേ ഇറ്റ് ഈസ് മിസ്ലീഡിങ്. വി ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അപ്പോൾ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന് പറയുന്നത്. ആസ് കൃഷ്ണ വാണ്ടഡ് ടു ഗീവ് ടു അസ്, നോട്ട് ആസ് ഐ തിങ്ക് ഓർ ഐ ഫീൽ. അങ്ങനെ ആയിരിക്കരുത്. അപ്പോൾ സമ്പ്രദായത്തിൽ കൂടെ നമുക്ക് കിട്ടണം, ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ കിട്ടുന്ന അങ്ങനെ 4 ഓത്തന്റിക് സമ്പ്രദായങ്ങളാണ് നമ്മുടെ പത്മപുരാണത്തിലെ തന്നിരിക്കുന്നത്. അതാണ് ഒന്ന് ശ്രീ സമ്പ്രദായ, ഒന്ന് രുദ്ര സമ്പ്രദായ, ഒന്ന് ബ്രഹ്മ സമ്പ്രദായ, അതായത് ബ്രഹ്മ മാധവ് ഗൗഡിയ സമ്പ്രദായം, ഇതാണ് ഇസ്കോൺ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒന്ന് കുമാര സമ്പ്രദായം. ഇതാണ് 4 ഓത്തന്റിക് സമ്പ്രദായങ്ങൾ. ഇപ്പൊ എന്തൊക്കെയാണ്? ശ്രീ സമ്പ്രദായ. ശ്രീ സമ്പ്രദായം പറഞ്ഞാൽ ഭഗവാൻ ശ്രീ, അതായത് ലക്ഷ്മി ദേവിക്ക് പറഞ്ഞു കൊടുത്തു ഈ നോളേജ്. ലക്ഷ്മി ദേവി തൻ്റെ താഴെ കിടക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വരുന്നത്. അതാണ് നമ്മളുടെ സൗത്ത് ഇന്ത്യയിലെ തിരുപ്പതി, ശ്രീരംഗം അങ്ങനെയുള്ള ഈ ശ്രീ സമ്പ്രദായത്തിലുള്ള രാമാനുജാചാര്യരാണ് അവരുടെ റീസെന്റ് പ്രൊമിനന്റ് ആചാര്യൻ. ആരാണ്? രാമാനുജാചാര്യൻ. ശ്രീ സമ്പ്രദായം പറഞ്ഞാൽ ഭഗവാൻ ലക്ഷ്മി ദേവിക്ക് പറഞ്ഞു കൊടുത്തു. ആ നോളജ് ഗുരു പരമ്പര കൂടെ സമ്പ്രദായത്തിൽ കൂടെ അവസാനം റീസെന്റ് പ്രൊമിനന്റ് ആചാര്യ ഇൻ ശ്രീ വൈഷ്ണവ സമ്പ്രദായ ഈസ് രാമാനുജാചാര്യ ആണ്. പിന്നെ ബ്രഹ്മ സമ്പ്രദായ, ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ശേഷം ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു.
അപ്പൊ ഈ സമ്പ്രദായത്തിന് ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം. അപ്പൊ ബ്രഹ്മാവ് കഴിഞ്ഞിട്ട് ആരെ? നാരദ മഹർഷി, പിന്നെ വ്യാസദേവൻ, പിന്നെ സുഖദേവ ഗോസ്വാമി, അങ്ങനെ വരുന്നു. പിന്നീട് ലേറ്റസ്റ്റ് ആചാര്യന്മാർ മാധവാചാര്യർ, ഉടുപ്പി കേട്ടിട്ടുണ്ടോ? ഉടുപ്പിയിലെ മാധവാചാര്യൻ, ഉടുപ്പി ടെമ്പിളൊക്കെ ഇല്ലേ, അത് മാധവാചാര്യരുടെ ഡേറ്റിയാണ് ഉടുപ്പി കൃഷ്ണൻ. ഓക്കെ, മാധവാചാര്യ കഴിഞ്ഞിട്ട് ഗൗഡിയ എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു, നമ്മളുടെ ലിനിയേജ് ആണ്. അപ്പൊ ബ്രഹ്മ മാധവ ഗൗഡി സമ്പ്രദായം. അപ്പൊ അതിന്റെ റീസെന്റ് പ്രൊമിനന്റ് ആചാര്യാണ് മാധവാചാര്യരും ചൈതന്യ മഹാപ്രഭു ഒക്കെ. പിന്നെ കുമാര സമ്പ്രദായ, സനത് കുമാരന്മാരെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? സനത്, സനാതന, സനന്ദ, സനക. ഇത് 4 കുമാരാസ്, സൺസ് ഓഫ് ബ്രഹ്മ. അവർക്ക് പറഞ്ഞു കൊടുത്തു ഭഗവാൻ. ഓക്കെ, അവരുടെ റീസെന്റ് പ്രൊമിനന്റ് ആചാര്യനാണ് നിംബാർക്ക സ്വാമികൾ. ഓക്കെ, നിംബാർക്ക സ്വാമികളാണ് അവരുടെ റീസെന്റ് പ്രൊമിനന്റ് ആചാര്യ. പിന്നെ പറഞ്ഞു കൊടുത്തത് രുദ്ര സമ്പ്രദായം. അതായത് രുദ്ര എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവൻ. ശിവൻ, ശിവൻ. പരമേശ്വരൻ. ലോർഡ് ശിവ. അപ്പോ ആ ലോർഡ് ശിവന് പറഞ്ഞു കൊടുത്തു ഭഗവാൻ. ആ സമ്പ്രദായത്തിന്റെ റീസെന്റ് പ്രൊമിനന്റ് ആചാര്യാണ് വിഷ്ണു സ്വാമി പറഞ്ഞിട്ടുള്ള ഒരു ആചാര്യ. അപ്പൊ ഇങ്ങനെ 4 ഓത്തന്റിക് സമ്പ്രദായങ്ങളാണ്. ഇതാണ് 4 ഓത്തന്റിക്. അപ്പൊ ഈ ഏതെങ്കിലും സമ്പ്രദായത്തിൽ നിന്ന് നമുക്ക് അറിവ് നേടാം, അല്ലാതെ നോട്ട് ഫ്രം എനി ഷോപ്കീപ്പർ, നോട്ട് ഫ്രം എനി ഫിലിം പേഴ്സണാലിറ്റീസ് ഓർ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓർ പൊളിറ്റീഷ്യൻസ്. ഇതാണ് ഇതാണ് ശ്രോതസ്, ശരിക്കുള്ള ശ്രോതസ്, ശരിക്കുള്ള അതോറിറ്റി. അന്തിമമായി പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ സത്യത്തിലുള്ള ആധ്യാത്മിക ജ്ഞാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ പരമ്പരയിൽപ്പെടുന്ന ഒരു ആധ്യാത്മിക ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്നും പരമസത്യത്തെ കുറിച്ച് അറിയണം. So is it clear? ഇതിന് സമയമുണ്ടോ? ഇത് ചോദിക്കാൻ കണ്ടെത്തിയത് മനസ്സിലായി സമയമുണ്ടോ? ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് എടുക്കാം. എന്താണ്? 10-15 മിനിറ്റ് എങ്കിലും പിടിക്കും. എടുക്കാമോ? ഓക്കെ, അപ്പോ കണ്ടെത്തിയത് ജ്ഞാന സമ്പാദനത്തിനായിട്ടുള്ള 2 മാർഗങ്ങൾ ഏതൊക്കെയാണ്? എന്താ? പ്രത്യക്ഷം, ശ്രുതി. ഓക്കെ, അതായത് അസെൻഡിങ് പ്രോസസ്സും ഡിസെൻഡിങ് പ്രോസസ്സും. പ്രത്യക്ഷത്തിൽ നമ്മൾ സെൻസസ് കൊണ്ട് അറിയുന്നത് പ്രത്യക്ഷമായിട്ടുള്ളത് നമ്മൾ കാണുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അതും ഒരു ജ്ഞാനമാർഗത്തിനുള്ള ഒരു മാർഗമാണ്, പക്ഷെ അത് പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ശ്രുതി, ദാറ്റ് ഈസ് ശബ്ദ പ്രമാണം, ദാറ്റ് വിച്ച് ഈസ് ഹേർഡ് ഫ്രം ദ റൈറ്റ് അതോറിറ്റി. വെരി ഗുഡ്. വേദങ്ങൾ എങ്ങനെയാണ് നമ്മളിൽ എത്തിച്ചേർന്നത്? ശാസ്ത്രങ്ങളിലൂടെ പ്രഭുജി. ഗുരുപരമ്പര സമ്പ്രദായത്തിൽ കൂടെ, ഗുരുപരമ്പരയിൽ കൂടെ. ആരിൽ നിന്നുമാണ് നമ്മൾ വേദങ്ങൾ ശ്രവിക്കേണ്ടത്? ആരിൽ നിന്നാണ് നമ്മൾ വേദങ്ങൾ ശ്രവിക്കേണ്ടത്? ഗുരു പരമ്പരയിൽ നിന്ന് ഭക്തൻ, ഒരു ഭക്തന്റെ നിന്ന്. ഭക്തൻ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ഗുരു തന്റെ ഗുരുവിൽ നിന്ന് ശ്രവിക്കുന്നു, ആ ഗുരു തന്റെ ഗുരുവിൽ നിന്ന്, അങ്ങനെ അത് ഭഗവാനിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ വേദങ്ങള് ശ്രവിക്കേണ്ടത് ഒരു ഗുരു പരമ്പര സിസ്റ്റത്തിൽ കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് മിസ്ലീഡിങ് ആയിരിക്കും അല്ലെ? മനസ്സിലാക്കിയത് ഭഗവാനെ എന്തുകൊണ്ട് നമുക്ക് തനിയെ മനസ്സിലാക്കി കൂടാ? ഉദാഹരണ സഹിതം വിശദമാക്കുക. പാസേജിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നമ്മുടെ അച്ഛനെ കുറിച്ച് അറിയാൻ അമ്മയിൽ നിന്ന്, അമ്മയോട് ചോദിക്കുകയാണ് ഏറ്റവും പ്രായോഗികമായ രീതി. അപ്പോ നമ്മൾ ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കണം? അത് അതോറിറ്റീസ് വേദങ്ങളിലൂടെ. എങ്ങനെ അച്ഛനെ അമ്മയിൽ നിന്ന് മനസ്സിലാക്കുന്നു, അതേപോലെ ഭഗവാനെ മനസ്സിലാക്കുന്നതും ഗുരു, സാധു, ശാസ്ത്ര എന്നുള്ള ആ വഴിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏതേതു ഗ്രന്ഥങ്ങളാണ് ഭഗവാനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം തരുന്നത്? എന്തുകൊണ്ടാണ് ഇവയെ പരിപൂർണമെന്ന് വിശേഷിപ്പിക്കുന്നത്? ഏതേത് ഗ്രന്ഥങ്ങളാണ്? ഉപനിഷത്തുകള്, വേദങ്ങള്. ഉപനിഷത്ത്. എന്താണ് ഉപനിഷത്ത് പറഞ്ഞാൽ? ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, നിഷത്ത് പറഞ്ഞാൽ ഇരിക്കുക, സിറ്റ് നിയർ
നിയർ ദ സുപ്രീം ലോർഡ്. ഭഗ- ഉപനിഷത്തുകള്, പുരാണങ്ങള് എന്നീ വേദഗ്രന്ഥങ്ങളിൽ, ഓക്കെ, ഈ വേദഗ്രന്ഥങ്ങളാണ് നമുക്ക് യഥാർത്ഥ ജ്ഞാനം ഭഗവാനെ പറിച്ച് കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇവയെ പരിപൂർണമെന്ന് വിശേഷിപ്പിക്കുന്നത്? അത് ഭഗവാനിൽ നിന്ന് നേരിട്ട് ഇത് ബദ്ധാത്മാക്കള് നമ്മളിലേക്ക് എത്തിയതാണ്. ആ നമ്മളിപ്പോഴുള്ള ഒരാൾ എഴുതി തന്ന ഒരു ഗ്രന്ഥമല്ല. അല്ല, ഇത് ഭഗവാൻ തന്നെ പരമ്പരയായിട്ട് പരമ്പരയായി കിട്ടിയതാണ്. ഇത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം പരിമിതമാണ്. അതിന് ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരാൾ എഴുതിയതല്ല. ഇത് അതീന്ദ്രിയ ജ്ഞാനമുള്ള, അതീന്ദ്രിയമായിട്ടുള്ള നിൽക്കുന്ന ആ തലത്തിൽ നിൽക്കുന്ന സെയിൻലി പേഴ്സണാലിറ്റീസ്, സാധുക്കൾ, അവരുടെ ത്രൂ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. കണ്ടീഷൻ സോൾസ്, അതായത് ബദ്ധാത്മാക്കളായ നമ്മളെല്ലാം ബദ്ധാത്മാക്കളാണ്. അങ്ങനെ ഒരാൾ എഴുതി പിടിപ്പിച്ചതല്ല, അവരുടെ വ്യാഖ്യാനമല്ല നമ്മൾ കേൾക്കുന്നത്. ഇത് ഭഗവാൻ തന്നെ ഡയറക്റ്റ് വരുന്നു. അത് ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് അത് പൂർണ്ണമാണ്, അത് പരിപൂർണമാണ്. ഭഗവത്ഗീത സോറി ആർക്കാണ് യഥാർത്ഥമായിട്ട് മനസ്സിലാവുന്നത്? എന്തുകൊണ്ട്? ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമാണ് യഥാർത്ഥമായിട്ട് മനസ്സിലാവുക. യെസ്, ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? ഭഗവത്ഗീത പറയൂ. മറ്റുള്ളവർ അവരുടേതായ പെർസെപ്ഷനിലൂടെ എഴുതുന്നു. ഭഗവാനെ കുറിച്ച് അറിയാതെ ജ്ഞാനിയെന്ന് സ്വയം സങ്കല്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജ്ഞാനിയെന്ന് മറ്റുള്ളവർ സങ്കല്പിച്ചുകൊണ്ട് എഴുതുന്നു. അതില് ഭഗവാനെ കുറിച്ച് പറയണമെന്നില്ല, അവരുടേതായ പെർസെപ്ഷനിലൂടെ, വീക്ഷണത്തിലൂടെ എഴുതുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഭഗവത്ഗീത ശ്രവിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് ആയിരിക്കണം എന്ന് പറയുന്നത്? ഇത് chosen people, it should be heard from the chosen people. Why? മറ്റുള്ളവരും ബദ്ധാത്മാക്കളാണ്, അവരുടേതായിട്ടുള്ള പരിമിതികൾ അവരുണ്ട്, ഇംപെർഫെക്റ്റ് സെൻസസ് ആണ്. അപ്പൊ അവരുടേതായിട്ടുള്ള അവബോധം അതിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു ഭക്തന്റെ മാത്രമായിരിക്കണം. അത് എങ്ങനത്തെ ഭക്തൻ? ഗുരു ശിഷ്യ പരമ്പരയിൽ വന്ന ആ ഭക്തന്മാരെന്നായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള പൂർണ്ണമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ജ്ഞാനം കിട്ടുകയുള്ളൂ. ഉപയോഗം: ഭഗവാനിലേക്ക് നിങ്ങളെ നയിക്കുന്ന വഴി കണ്ടുപിടിച്ചോ? ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ വിജ്ഞാനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അപ്പോൾ ഞാനിത് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്താൽ ആരാണ് നമുക്ക് അന്വേഷിക്കാമല്ലോ. ഫോർ എക്സാമ്പിൾ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, പ്രഭുപാദയാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത്. അപ്പോൾ പ്രഭുപാദരെ പറ്റിയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ആരാണ് പ്രഭുപാദ? പ്രഭുപാദ ഗുരു ആണ്. ഗുരു ഏത് സമ്പ്രദായത്തിൽ വരുന്നു, ഇതെല്ലാം അതിൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് പരമ്പര പേരുണ്ട്. എല്ലാ പേഴ്സണാലിറ്റീസിന്റെയും എല്ലാ ആചാര്യന്മാരുടെയും ഇത് കൊടുത്തിട്ടുണ്ട്. പ്രഭുപാദർ ഗുരു ആരാണ്, അവരുടെ ഗുരുവാണ്, അവരുടെ ഗുരുവാണ്. ഇറ്റ്സ് എവറിത്തിങ് ഈസ് ക്ലിയർ. അപ്പൊ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് വി ഷുഡ് റീഡ് ഫ്രം ദ പ്യുവർ ഡിവോട്ടി. മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഭഗവത്ഗീത പറഞ്ഞ 10, 600, 700 ട്രാൻസ്ലേഷൻസ് ഉണ്ട്, വ്യാഖ്യാനം ചെയ്തിട്ട് ആൾക്കാരുണ്ട്. എല്ലാം ശരിയാക്കണം നിർബന്ധമില്ല. ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ചിലതൊക്കെ ശരിയായിരിക്കാം, ചിലത് ശരിയാവാതിരിക്കാം, അല്ലേ? അപ്പോ അത് ശരിയാണെന്നുണ്ടെങ്കിൽ, അത് ശരിക്കും നമുക്ക് ആസ് ഇറ്റ് ഈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഫോളോ ദ റൈറ്റ് പരമ്പര. ഒരാളും ഒരു പറയില്ല അത് ഞാൻ എഴുതിയതാണ്. അപ്പോൾ ശരിക്കും ഒരു ഭക്തൻ ഒരിക്കലും പറയില്ല ഇത് എന്റേതാണ്, ഞാനൊരു ശുദ്ധ ഭക്തനാണ്, ഞാൻ എഴുതിയത് കൊണ്ടാണ് നിങ്ങളെല്ലാം വായിക്കുന്നത്. ഒരിക്കലും എല്ലാ ക്രെഡിറ്റും തൻ്റെ ഗുരുവിന് കൊടുക്കും. ഞാനൊരു പോസ്റ്റ്മാൻ ആണ്. ഒരു പോസ്റ്റ്മാൻ എന്താ ചെയ്യുന്നത്? ഒരു ലെറ്റർ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് മറ്റേ സ്ഥലത്തേക്ക് അതേപോലെ കൊണ്ടുവരുന്നു. ആ ലെറ്റർ പൊളിച്ചിട്ട് അതിൽ എന്തെങ്കിലും എഴുതി ചേർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യോ പോസ്റ്റ്മാൻ? ആസ് ഇറ്റ് ഈസ് ഡെലിവേർഡ് ഫ്രം ദ സെൻഡർ ടു ദ റെസിപ്പിയന്റ്, അല്ലെ? അതേപോലെ തൻ്റെ ഗുരു എന്ത് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ എന്താണോ അത് അതേപോലെ നമുക്ക് പകർത്തി തരുന്നു. അതാണ് ഒരു ഗുരുവിന്റെ ഇത്. ഗുരു സ്വന്തമായിട്ട് ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു സിദ്ധാന്തം അവരുണ്ടാക്കുന്നില്ല. തൻ്റെ ഗുരു എന്താണ് പഠിക്കുന്നത്, ആ ഗുരു എന്ത് ചെയ്യുന്നു? ശാസ്ത്രത്തിന്റെ ആധാരത്തിലാണ് എല്ലാം പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കലും സ്വന്തമായിട്ട്
ഒരു കോൺകോക്ഷനോ ഒരു സ്പെക്കുലേഷനോ അവിടെ നടക്കുന്നില്ല. അവരുടെ സെൽഫ് റിയലൈസ്ഡ് ചില എക്സാമ്പിൾസ് അവർ പറഞ്ഞു തരുന്നല്ലാണ്ട്, അതായത് നമ്മുടെ ഇതിനെ കുറച്ചും കൂടി അറിവിനെ ഒരു സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില എക്സാമ്പിൾസ് കൂടി, അത് സ്വന്തമായിരിക്കില്ല, അതും മിക്കതും അവരെ മറ്റുള്ള പ്രധാനപ്പെട്ട ആചാര്യന്മാരുടെ കമന്ററീസ് നിന്ന് എടുക്കുന്ന എക്സാമ്പിൾ ആയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്നു അച്ഛനെ മനസ്സിലാക്കണമെങ്കിൽ അമ്മയെ ചോദിക്കണം, നമ്മുടെ എക്സാമ്പിൾ കൂടെ പറഞ്ഞു തരുന്നു. ഇതെല്ലാം ആചാര്യന്മാര് നല്ലൊരു ഉദാഹരണം തരുന്നതാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല എക്സാമ്പിൾസും തന്ന് പല കമന്ററീസ് ഉണ്ട്, ഒരുപാട് ആചാര്യന്മാരുണ്ട്, അവരുടെ കമന്ററീസ്, ഇതിനെ പറ്റിയിട്ടുള്ള കമന്ററീസ് ഉണ്ട്. അത് പഠിച്ച് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് എല്ലാം തന്ന് നമുക്ക് വളരെ സരളമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ സംസ്കൃതം നമുക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല, കടുകട്ടി ആയിട്ടുള്ള ആ ഭാഷയൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഈവൻ മലയാളം തന്നെ വളരെ സരളമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഭാഷയിൽ ഇത് നമുക്ക് പറഞ്ഞു തരുന്നതാണ് വലിയത്. ചില ബുക്സ് ഒന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ നമ്മൾ എടുത്തു വെക്കിയത് വെറുതെ എന്തിനാ തലപൊട്ടിക്കുന്നത്. അപ്പൊ ആ ഭാഷയിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലേ? അതെ. വേറെന്തെങ്കിലും? രാജലക്ഷ്മി മാതാജി, ഹരേ കൃഷ്ണ. പ്പെട്ട ആളുകൾ, അതായത് ബിൽ ഗേറ്റ്സ്, അതുപോലെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ, യൂസഫ് അലി, അതുപോലുള്ള ആൾക്കാർ നമ്മളെ ഭഗവാനെ അറിയാതെ അവരുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കുന്നു, എല്ലാവിധ സൗകര്യങ്ങളോടെ ജീവിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ മതത്തിൽ ഇല്ലാതെ തന്നെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഇതാവുന്നത്? അവര് മുൻപ് ചെയ്ത എന്തെങ്കിലും കർമ്മങ്ങളുടെ ഫലമാണോ? എന്നിട്ട് ഭഗവാനെ അറിയാതെ ജീവിക്കുന്നല്ലോ. എന്താണ് അതിനൊന്ന് വിശദീകരിക്കാമോ? അത് നമ്മള് ഒരുപാട് സത്കർമ്മങ്ങള് കഴിഞ്ഞ ഒരുപാട് ജന്മങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സത്കർമ്മം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനെ പറ്റിയിട്ടുള്ള കർമ്മങ്ങളായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വിശ്വാസി ആണെങ്കിൽ ഒരു ഏത്തിസ്റ്റ് ആയിരിക്കും, നിരീശ്വരവാദി ആയിരിക്കും, പക്ഷെ നല്ലൊരു മനുഷ്യനായിരിക്കും അയാൾ. ഒരാൾക്ക് സഹായിക്കുന്നു, പൈസ സഹായിക്കുന്നു, വീടുണ്ടാക്കി കൊടുക്കുന്നു, വേറെ പല കാര്യങ്ങളും സഹായിക്കുന്നു. അതൊരു നല്ല കർമ്മങ്ങളല്ലേ? ശരീരത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ആത്മാവിന് വേണ്ടിയല്ല ചെയ്യുന്നത്. പക്ഷെ അതൊരു നല്ല സത്കർമ്മമാണ്. അവിടെ സ്പിരിച്വൽ ക്രെഡിറ്റ് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് പറ്റും, പിന്നീട് വരുന്ന ജന്മങ്ങളിൽ നല്ല നല്ല പൊസിഷനിൽ കിട്ടും, നല്ല ധനികരുടെ വീട്ടിൽ ജനിക്കാൻ പറ്റുന്നു. കാരണം വെച്ചാൽ അവർ അത്ര സത്കർമ്മങ്ങൾ ചെയ്താണ്. ഇപ്പൊ ഒരു ഷെയ്ഖിന്റെ മകനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഓർഡിനറി കാര്യമല്ല. ഒരു ഷെയ്ഖിന്റെ വീട്ടിലെ ഒരു വ്യക്തി വന്ന് ജനിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത്രയും സുഹൃത്തം ചെയ്തിട്ടുണ്ടായിരിക്കണം ആ കുട്ടി. ഒരു ഷെയ്ഖ് പറഞ്ഞ വലിയൊരു ധനികൻ, അല്ലെങ്കിൽ ഒരു ബിൽ ഗേറ്റ്സിന്റെ മകനായിട്ട് ജനിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സുഹൃത്തി ഉണ്ടായിരിക്കണം, എന്നാലേ ബിൽ ഗേറ്റിന്റെ മകനായിട്ട് ജനിക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ആത്മീയ ജ്ഞാനം കിട്ടുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഭൗതിക തലത്തില് അവര് നല്ലൊരു വ്യക്തിയാണ്. നേരെ മറിച്ച് നമ്മൾ ഒരുപാട് സിൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഫ്രിക്കയിലോ നമുക്ക് ഭക്ഷണം ഇല്ലാണ്ട്, വീടില്ലാണ്ട്, വസ്ത്രങ്ങളില്ലാണ്ട് നമ്മൾ ജനിക്കുന്നു. അപ്പൊ നമ്മളുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ജന്മം. നേരെ മറിച്ച് ഇപ്പൊ നമ്മളിപ്പോ ആധ്യാത്മികമായിട്ട് നല്ല തലത്തിൽ ജീവിക്കുന്നു, നമ്മൾക്ക് ഈ ജന്മത്തില് നമുക്ക് കരകയറാൻ പറ്റിയില്ല, ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മളുടെ അടുത്ത ജന്മം ധനികരുടെ വീട്ടിലായിരിക്കില്ല, നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തില്, അല്ലെങ്കിൽ നല്ലൊരു ഡിവോട്ടി കുടുംബത്തില്, ഒരു ഭക്തന്റെ കുടുംബത്തില് നമുക്ക് ജന്മം കിട്ടുന്നു. അവിടെ ആ ഡിവോട്ടി പാപ്പറായിരിക്കാം, ധനികനായിരിക്കില്ല, പക്ഷേ അവിടെ നമുക്ക് എവിടെ നമ്മൾ നിർത്തിയോ അവിടെ നിന്ന് ആധ്യാത്മിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കിട്ടും. അപ്പോ ധനികന്റെ വീട്ടിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ, അതായത് ശരീരമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാര്. വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുത്തു, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തു, ആസ്പത്രിയിൽ പോകാൻ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുത്തു. അതെല്ലാം നല്ല കാര്യം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. ഇത് വേണ്ടാന്ന് പറയുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ ആത്മീയ ജ്ഞാനം കൂടി, തത്വജ്ഞാനം കൂടി കൊടുത്താൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. സോ ദ ബെസ്റ്റ് വെൽഫെയർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക തലത്തിലുള്ള
കാര്യങ്ങൾ കൊടുക്കലല്ല, ആത്മീയ ജ്ഞാനം കൊടുക്കലാണ് ദ ബെസ്റ്റ് വെൽഫെയർ. കാണിച്ചാൽ അവിടെ എന്ത് പറ്റുന്നു, അവിടെ നമ്മുടെ ഈ ജന്മ മൃത്യു ജര വ്യാധി സൈക്കിളിനെ അവിടെ ബ്രേക്ക് ചെയ്യാണ്, ബ്രേക്ക് ദ സൈക്കിൾ. മറ്റത് സൈക്കിൾ ബ്രേക്ക് ആവില്ല, വീണ്ടും എനിക്ക് ജനിക്കേണ്ടി വരുന്നു. എനിക്കിപ്പോ എനിക്ക് ഒരു നേരം ഭക്ഷണം തരും, 2 നേരം ഭക്ഷണം തരും, 1 മാസം ഭക്ഷണം തരും, ജീവിതകാലം മുഴുവൻ ഭക്ഷണം തരാൻ പറ്റുമോ ഒരാൾക്ക്? അപ്പൊ ശരീരത്തിന് മാത്രമേ അവിടെ ശുശ്രൂഷിക്കുന്നുള്ളൂ, നേരെ മറിച്ച് ആത്മാവിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ആത്മാവിനെ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം നമ്മളെ ജീവിക്കാൻ നയിക്കുന്ന ഒരു വ്യക്തിയാണ് ദ ബെസ്റ്റ് വെൽഫെയർ ആക്ടിവിറ്റി ചെയ്യുന്നത്. മറ്റത് ടെമ്പററി ആണ്, താത്കാലികമാണ്. ഈ ശരീരത്തിൽ നമുക്ക് അതിന് പുഷ്ടി തരുന്നു, പക്ഷെ അടുത്ത ജന്മം വീണ്ടും ജനിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ എനിക്ക് ആത്മീയ ജ്ഞാനം തരാണെങ്കിൽ അതനുസരിച്ചിട്ട് ഞാൻ റെഗുലേറ്റഡ് ലൈഫ് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും ഇവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതാണ് നല്ലത്? ഒരു തലവേദന വന്നിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ്ട് ഞാൻ പെനഡോൾ കഴിക്കുകയാണ്. അപ്പോൾ അതിന്റെ മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കാണ്ട്, റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് ഞാൻ പെനഡോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തലവേദന വരുമ്പോൾ ഉടനെ ഒരു പെനഡോൾ എടുത്തിട്ട് കഴിക്കുന്നു, മാറുന്നു, കുറച്ച് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരുന്നു. നമ്മുടെ എന്താണ് ശരിക്കുള്ള ഒരു ഇതിനെ ബുദ്ധിയുള്ള ഒരാൾ എന്താ ചെയ്യേണ്ടത്? ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് വൺസ് ഫോർ ഓൾ പെർമനന്റ്ലി അതിനെ ഇല്ലാതാക്കണം. അതാണ് ആത്മീയ ജ്ഞാനം. പെർമനന്റ്ലി, നോ മോർ birth in this material world. Is it clear? Clear, Professor, clear. വേറെ വല്ലതും? Any suggestions or feedback?